ആളെ വിട്ട് ചർച്ച നടത്തിയാൽ അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം കൂടി കാണിക്കണം മിസ്റ്റർ അമിത്ഷാ. ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP വീണ്ടും കളഞ്ഞെറിയുകയാണ്. ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്തിയ മുഴുവൻ ആളുകളെയും തിരിഞ്ഞുപിടിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഭരണകൂടം ചെയ്യുന്നത്. ഇനിയും ഇതുപോലെ ഒരു സമരം രാജ്യത്ത് ഒരിക്കലും നടക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ ഭീഷണിയുടെ സ്വരത്തിൽ രംഗത്തിറങ്ങുന്നത്. എന്നാൽ അതിനു മുന്നിൽ വഴങ്ങില്ലെന്നും വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്ന ഒറ്റ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെന്നും CJP വ്യക്തമാക്കുന്നു. പ്രക്ഷോഭകർക്കെതിരെ പോലീസ് എടുത്ത കേസുകൾ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ സമരം പുനരാരംഭിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി കേന്ദ്ര ഭരണകൂടത്തിന് ഉറച്ച മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചുകൊണ്ട് സമരക്കാർക്കെതിരെ പോലീസ് നടപടികൾ തുടരുകയാണെന്ന് CJP ആരോപിക്കുന്നു. കേവലം 2 മാസം മാത്രം പ്രായമുള്ള ഈ പുതിയ സംഘടനയും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടച്ചിലാണിത്. 37 ദിവസം നീണ്ടുനിന്ന കടുത്ത പ്രക്ഷോഭം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ വിയോജിപ്പിലേക്ക് നീങ്ങുന്നത്. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെയുള്ള മുഴുവൻ FIRകളും ഉടൻ പിൻവലിക്കുക, കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ ഉപാധികളില്ലാതെ മോചിപ്പിക്കുക, പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തുന്ന നിരീക്ഷണവും പീഡനങ്ങളും അവസാനിപ്പിക്കുക എന്നിവയാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. പ്രക്ഷോഭകർക്കെതിരെ ഇനി യാതൊരുവിധ ശിക്ഷാ നടപടികളും ഉണ്ടാകില്ലെന്ന് സർക്കാർ നൽകിയ ഉറപ്പാണ് ഇവിടെ പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നതെന്ന് CJP വക്താവ് അശുതോഷ് രാങ്ക വ്യക്തമാക്കുന്നു. ബീഹാറിലും ബംഗാളിലും ഇതിനോടകം 100 കണക്കിന് വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡൽഹിയിലും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലും നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും പോലീസിന്റെയും അന്വേഷണ ഏജൻസികളുടെയും കടുത്ത നിരീക്ഷണത്തിലും പീഡനത്തിലുമാണെന്ന് സംഘടന കുറ്റപ്പെടുത്തുന്നു. ഡൽഹി പോലീസ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, BJP ഭരണത്തിലുള്ളതോ അല്ലെങ്കിൽ സഖ്യമുള്ളതോ സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനങ്ങൾ എന്നിവർ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളും ഉടൻ പിൻവലിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇത് നടപ്പിലായില്ലെങ്കിൽ തെരുവിൽ വീണ്ടും ശക്തമായ സമരവുമായി ഇറങ്ങാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും CJP വ്യക്തമാക്കുന്നുണ്ട്. കേസ് സംബന്ധിച്ചുണ്ടാക്കിയ കരാറിന്റെ രേഖാമൂലമുള്ള പകർപ്പും അതിനായി മുൻകൂട്ടി തീരുമാനിച്ച സമയപരിധിയും ലഭ്യമാക്കണമെന്നും ഇവർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ശക്തമായ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരുമായി നടത്തിയ 3 ഘട്ട ചർച്ചകൾക്ക് ശേഷമാണ് CJP താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നത്. കേന്ദ്ര സർക്കാരും NDA ഭരണത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളും ചുമത്തിയ FIRകൾ പിൻവലിക്കാമെന്നും സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ ഭാവിയിൽ ഒരുവിധ നടപടി ഉണ്ടാകില്ലെന്നും അന്ന് ഉറപ്പ് നൽകിയിരുന്നു. കൂടാതെ നീറ്റ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്നും പരീക്ഷാ പരിഷ്കരണത്തിനായുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നും കേന്ദ്രം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഈ കരാറുകളൊന്നും പ്രാവർത്തികമായിട്ടില്ലെന്നാണ് CJP വക്താക്കൾ ആരോപിക്കുന്നത്. ബീഹാർ, പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോഴും വിദ്യാർത്ഥികളെ പോലീസ് തുടർച്ചയായി അറസ്റ്റ് ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടെന്ന് CJP വക്താവ് സൗരവ് ദാസ് പറഞ്ഞു. ഗാന്ധി മൈതാനിക്ക് സമീപം നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 86 പേരെ റിമാൻഡ് ചെയ്തതായും 60 പേരെ ബോണ്ടിൽ വിട്ടയച്ചതായും പട്ന SSP കാർത്തികേയ K ശർമ്മ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിരോധം ശക്തമാക്കിക്കൊണ്ട് കോൺഗ്രസുമായി ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CJP വക്താക്കൾ സാക്ഷി എന്ന പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത്. പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും തെളിവുകളായി സുരക്ഷിതമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണിത്. മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാത്ത രീതിയിൽ ഇതിൽ ദൃശ്യങ്ങൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാനാകും. ഭാവിയിൽ പോലീസോ അന്വേഷണ ഏജൻസികളോ പ്രവർത്തകരുടെ ഫോണുകൾ പിടിച്ചെടുത്താലും കേസിന്റെ മുന്നോട്ടുള്ള നിയമസഹായത്തിനായി ഈ വിവരങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാക്ഷി പോർട്ടലിലൂടെ സാധിക്കും. എത്രയും വേഗം അറസ്റ്റിലായവരെ മോചിപ്പിക്കുകയും കേസുകൾ പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമായ രീതിയിൽ വീണ്ടും ജന്തർ മന്ദറിലേക്ക് തിരിച്ചെത്തുമെന്ന ഉറച്ച മുന്നറിയിപ്പാണ് CJP ഭരണകൂടത്തിന് നൽകുന്നത്.